എന്തിനാ അമ്മേനെ വിളിപ്പിച്ചേ? ഇവിടെ സ്കൂളിൽ പൂച്ചയെ കൊണ്ടാ ചെന്നു. വെറുതെ അല്ല, ഞാൻ പാലെടുക്കാൻ വേണ്ടി കുറെ നേരം അന്വേഷിച്ചു, ഇവിടെ ഒന്നും കണ്ടില്ല. ഞങ്ങളെന്തിനാ ഈ വീട് മൊത്തം തപ്പി, ഞങ്ങൾ കഴിച്ച് പൂച്ച ഇറങ്ങി പോയെന്ന്. പാറു, എന്തിനാ ഈ പൂച്ച ബാഗ് ഇട്ടുകൊണ്ട് പോയത്? നീ ബാഗിലിട്ടുണ്ട് പോയാ? എടുത്തി കൊള്ളാമല്ലോ. ബ്രേക്ക് സമയത്ത് പൂച്ചനെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ആ പൂച്ച അപ്പൊ അവിടെ എല്ലാം കിടന്നോണ്ട് എല്ലാ ക്ലാസ് റൂമിലും പോയെന്ന്. ചെയ്യോമ്മേ, 2 അടി കൊടുക്കണോ അമ്മ? അടിക്കല വേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഓരോന്നാ കാണിച്ചു വെച്ചോളൂ. ഞാനും കൊച്ചിൽ ഇതുപോലെയായിരുന്നു, ഭയങ്കര വികൃതിയായിരുന്നു. മമ്മി എപ്പോഴും പറയും, പിന്നെ 2 അടി കിട്ടിയപ്പോഴാണ് ഞാൻ നന്നായത്. നന്നായി എന്ന് മമ്മി പറഞ്ഞത് അത് കള്ളം പറഞ്ഞായിരിക്കും. കൊച്ചിലെ അടി കിട്ടിയിട്ടുണ്ടാവും, കുരുത്തേക്കിടും കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അടി കിട്ടാറുണ്ട്. പാറു, നീ എന്തിനാ ഇത് ചെയ്തെന്ന്? ഞാൻ അറിയാതെ കൊണ്ടുപോയതമ്മ. ഇത്രയും പറഞ്ഞ കണ്ണു കെട്ടിച്ചിട്ട് പൂച്ചനെ ബാഗിലിട്ടോണ്ട് പോയിട്ട് അറിയാതെ ഇതാന്ന്. വീട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഇത്ര ഒന്ന് ശ്രദ്ധിച്ചാ പോരാ, കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഓ, ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം. ബാക്കിയുള്ളവരൊക്കെ ബിസിയാണല്ലോ ഇവിടുത്തെ സാറന്മാരൊക്കെ. അതല്ല ഉദ്ദേശിച്ചേ, എല്ലാരും കൂടെ ചേർന്ന് അവളെ ശ്രദ്ധിക്കണം ഉദ്ദേശിച്ചേ. എല്ലാരും കൂടെ ശ്രദ്ധിച്ചോണ്ടാണല്ലോ പൂച്ചയും കെട്ടിച്ചോന്ന് അങ്ങ് പോയത്. ചേടാ, ഞങ്ങള് കണ്ടേ ഇവള് പൂച്ചനെ കൊണ്ടുപോകണത്. ഓ മതി, ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം. നിന്നെയൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കിയത്, ഇനി അവളുടെ ആയാലും ഞാൻ തന്നെ നോക്കിക്കോളാം. അതെന്താ അമ്മേ, ഇവിടെ ഇതിനും കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? ആ സമയത്ത് അമ്മ ജോലിക്കൊക്കെ പോവായിരുന്നല്ലോ. നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇനി ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞത്. അതമ്മ അമ്മയുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യും. ലച്ചു, അത്യാവശ്യമായിട്ടെ ആർക്കെങ്കിലും പൂച്ച വേണമെന്നൊന്ന് ചോദിക്കണേ. തുമ്പെ കൊടുക്കല്ലേ അമ്മ? ഞാൻ ആലോചിച്ചോളാം എന്താ വേണ്ടതെന്ന്. പോയി ഡ്രസ്സ് മാറാൻ നോക്ക്, ചെല്ല്. കൊച്ചേ, ഓഫീസിൽ പോയില്ലേ? പപ്പയും മമ്മിയും ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പോകുന്നു? പപ്പയും മമ്മി ഇവിടെ ഇല്ലല്ലോ. അല്ല, അവരില്ലാത്തപ്പോ കൊച്ചിനെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് പോണതേ. അവരില്ലെങ്കിലും കൊച്ചു ഓഫീസ് നന്നായി നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അവരില്ലാത്തപ്പോ പോകാണ്ടിരിക്കുക കൊള്ളാലോ ആ സ്വഭാവം. ഞാൻ അവരൊരു ഓഫീസ് ഉണ്ടാവോ? നശിപ്പിച്ചു വെക്കോ അല്ലെങ്കിൽ? അതിന് ചാൻസ് ഉറപ്പാ. ഈ കഴിവില്ലെങ്കിലും കഴിവുള്ള കുറെ പേരെ കമ്പനിയിലുണ്ടല്ലോ. ഹലോ, എന്താ എന്താ എനിക്കൊക്കെ ജോലിക്കോ? ഞാൻ എൻ്റെ പേര് തല്ല് പിടിക്കണ്ട, പോടന്ന്. അതെ, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അത് ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ, അതെനിക്കറിയാം. ഉണ്ടാക്കണമെന്നാ ഞാൻ പറഞ്ഞത്. മരിക്കുന്ന മുമ്പ് എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുമോ എൻ്റെ മക്കളെ വായെന്ന്? അമ്മ ജോലി കഴിഞ്ഞ് വന്നതിൽ അമ്മ റെസ്റ്റ് എടുത്തോ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു വാക്ക്. എന്നൊക്കെ നടുക്കളേക്ക് കയറാല്ലേ? ആർക്കുട്ടിയെ എന്ത് വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല അച്ഛാ. എന്തോ ഉണ്ടല്ലേ, അച്ഛനടുത്ത് പറ. പൂച്ച എവിടെ കൊടുക്കുമെന്ന്. ആര് പറഞ്ഞ്? അമ്മ. പൂച്ച കൊടുക്കുമെന്നാ? പൂച്ച ആർക്ക് കൊടുക്കുമെന്ന്? ആരെങ്കിലും. ആരെങ്കിലും? ഓ, ആർക്കെങ്കിലും കൊടുക്കുമെന്ന്? അയ്യടാ, നമുക്ക് ഇതേ സംസാരിക്കാനുള്ള. ഒന്ന് എന്നെ പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ പുറത്താക്കണം. ഇപ്പം ആ പൂച്ചേരെ പറഞ്ഞത് തീരായി ചോദിക്കാൻ കേട്ടാ. അവിടെ കൊടുക്കട്ടാ, അടി കൊടുക്കട്ടാ. ആ, നിങ്ങൾ എത്തിയാ? എന്താണ് എപ്പ വന്നാലും എത്തിയാ? ഞാൻ പിന്നെ എത്തണ്ടേ ഇവിടെ? അത് കൊള്ളാം. എന്നാ പിന്നെ മാറ്റി പറയാം. ബാലചന്ദ്രൻ സാർ. പൂച്ചത്തമ്പി, പൂച്ചത്തമ്പി എവിടെ? പൂച്ച? ആ, പൂച്ചത്തമ്പി എവിടെ? തമ്പിയാണ തുമ്പി. അവർക്ക് എപ്പോഴും തെറ്റിപ്പോ. തെറ്റിയതല്ല മോൾ, അച്ഛൻ എന്റെ തന്തയ്ക്ക് വിളി എന്ന് നിർത്തുന്നോ അന്ന് ഞാൻ ഇതൊക്കെ നിർത്താം. അതുവരെ ഞാൻ പൂച്ചത്തമ്പിന്ന് വിളിക്കുള്ളൂ. മതി അടി മതി. ഈ കൊച്ചു വിഷമിച്ചിരിക്കുന്നതിനാണ് നിങ്ങൾ ഞാൻ വിളിച്ചിരുന്ന ഫോൺ എടുക്കാണ്ടിരുന്നത്? ഞാൻ ചോദിച്ചിട്ട് ഉത്തരപ്പെടാം. അത് ഇതായിട്ട് ബന്ധം തോന്നുന്നു. കൊച്ചു വിഷമിക്കാൻ ചോദിച്ചപ്പോൾ ഫോൺ എടുക്കാതെ. അല്ല, കൊച്ചിപ്പോ നിങ്ങൾ ഫോൺ എടുത്താലും വിഷമിച്ചിരിക്കും. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും കൊച്ചെന്താ വിഷമിച്ചിരിക്കണെന്ന്. എന്ത് ചോദിച്ചാലും കുറച്ച് മറുപടി പറയും. ആറ് വിഷമിച്ചിരിക്കണേ ഇരിക്കട്ടെ, എനിക്ക് ഒരു കാര്യം അറിയണ്ട. അല്ല പിന്നെ അമ്മ ഓക്കെ ആയിട്ടുണ്ടേ. ആരെവിടാ? ഒരിക്കലും ഒക്കെ ആവൂല. ഈ പൂച്ച കൊണ്ട് കളയണം കേട്ടോ. ഇവിടെ ഇവിടെ വേണ്ട. തമ്പി, പൂച്ചേ. പൂച്ചയെ കൊണ്ട് കളയുന്ന കാര്യം പറയാൻ വേണ്ടിട്ടാ ഞങ്ങൾ വന്നത്. നീലിമ പറഞ്ഞില്ലേ പൂച്ചയ്ക്ക് ആരെങ്കിലും കൊടുക്കണമെന്ന്? പൂച്ചയ്ക്ക് ആരെങ്കിലും കൊടുക്കണോ? പൂച്ച ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ, അത് വേണ്ട, അത് കുഴപ്പമില്ല. നീ അപ്പൊ അമ്മ ട്രാക്ക് മാറ്റിയാ? അല്ല, പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ പാറക്കുട്ടിയുടെ ക്ലാസ്സിൽ പൂച്ചയെ കൊണ്ട് പാറക്കുട്ടി ചെന്നപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നു. പാറക്കുട്ടിയുടെ ക്ലാസ്സിന് ആര് പൂച്ച കൊണ്ടുപോയി? പാറക്കുട്ടി കൊണ്ടുപോയി. ബാഗിലിട്ടോണ്ട് സ്കൂളിൽ കൊണ്ടുപോയായിരുന്നു. ആണാ? ഈ പൂച്ച ഇവിടെ കളഞ്ഞേരാ? ഞാൻ അറിഞ്ഞില്ല. അത് പറയാനാ ഞാൻ നിങ്ങളെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലോ. എന്നാ ഒന്നും നോക്കണ്ട, പൂച്ച കൊടുത്തരാ. എന്റെ പേര് ശരിയല്ല. ഇനിയിപ്പോ കൊടുക്കണ്ട. ആ പേരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പൂച്ചയോടെ നിർത്തിക്കോളാൻ പറഞ്ഞത്. അത് വേണ്ട, അത് കൊടുത്തരാ. വേണ്ട വേണ്ട, കൊടുക്കണ്ട. ആ പൂച്ചക്ക് പേര് മാറ്റാം, കുട്ടൻ നേടാ. അതിനേക്കാൾ നല്ല കുട്ടൻ തമ്പി. നല്ല കുട്ടൻ തമ്പി നല്ല കഷ്ടം. എന്റെ അമ്മോ, ഇത് വളർന്നു വരുമ്പോഴേ ഭവാനി അമ്മയെക്കാളും കഷ്ടമായിരിക്കും.
കണ്ട അപ്പോഴും എന്റെ അമ്മയ്ക്കാണ് കുറ്റം. പിന്നെ കുറ്റം പറയാം എന്താണ് നല്ലതുള്ളത് നിന്റെ അമ്മ നിങ്ങൾക്ക് ഇല്ലാത്ത ഓ പിന്നെ അയാപ്പോ ഒക്കെ വാളും പരിശ എടുത്ത് വെട്ടാനും കുത്താനും നടക്കുന്ന ആൾക്കാരാണ് വലിയ കുടുംബക്കാര്. നീയൊക്കെ പിടിച്ചുറിക്കാനുണ്ടോ കള്ളം ആ നമ്മളെ വീട്ടുകാരും പണികള് നമ്മളെ നിങ്ങളല്ലേ വിരൽ വെട്ടിയെടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ച ചരിത്രം ഇതിനൊക്കെയുള്ളത്. ഓ പിന്നെ നിങ്ങൾ വാളും പരിശ എന്താ പൊന്നു ആ തളര മക്കള് എല്ലാം നമ്മളെ മര്യാദപ്പിക്കാൻ പറഞ്ഞു. നാശം പിടിച്ച വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി പോണം. അതെങ്ങനെ പോയ നാണം കെട്ട് തിരിച്ചു വരൂല്ലേ? ഇതൊന്ന് ഗ്രൂപ്പ് പോളോ? ഹലോ എന്താടാ എല്ലാരും ഉണ്ടല്ലേ? ഈ കിടന്ന് വിട്ടില്ലടേ ഈ പറ. ഇവിടെ ആരെ പേടിക്കേ? ഇവിടെ ഇല്ലടേ ഈ പറ. ടൂറ് പോണ എപ്പോഴ്? എല്ലാരും ഉണ്ടാ? പിന്നെ വരണ്ടേ? ഭാര്യ എങ്ങനെ ഇറങ്ങൂടെ? പേടി ആരാ ഭാര്യ? പോടാടുന്നു ആര്യ പഠിക്കേണ്ട കയറി കിടന്ന് എനിക്കില്ല. അല്ല എന്ത് പറഞ്ഞിറങ്ങുന്നാണ്? ഐഡിയ ഉണ്ടാ? എന്താ ഐഡിയ? ആണാ അത് കൊള്ളാല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇത് പറഞ്ഞാണ് ഇറങ്ങണത്. ആ ഞാൻ കൊണ്ടടാ പിന്നെ അല്ലാതെ. ആ ശരി ശരി ഓക്കെ ഓക്കെ. പിന്നെ അല്ല ടൂറെങ്കിൽ ടൂറ് പണ്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതല്ലേ അത്. ഓർമ്മയുണ്ടല്ലേ? പിന്നെ എനിക്ക് ഓർമ്മയില്ലതാ. ശരി ഓക്കെടാ ശരി. പണ്ട് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ കാര്യം ഇപ്പം എന്താ നടക്കാൻ പോണം? ഹിമാലയ ഹിമാലയം. എടി അമ്മ ഓഫീസിൽ നിന്ന് എത്തണതിന് മുന്നേ നമുക്ക് ഫുഡൊക്കെ റെഡി ആക്കണം കേട്ടോ. എടി സത്യം പറഞ്ഞ നീലുമ്മ ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ആലോചിച്ചത്. ഒരാള് ജോലിക്ക് പോയിട്ട് വരുമ്പോ റെസ്റ്റ് എടുക്കണ്ടേ? വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ എത്ര നല്ലതാ. നമ്മൾ ഇതുവരെ ഇതൊന്നും ചിന്തിച്ചില്ലല്ലേ? ഇപ്പഴാ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കൂല, കാരണം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. നീ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ അവിടെ വെറുതെ ഇരിക്കണോ? സത്യമല്ലേ പറഞ്ഞേ? അമ്മ അച്ഛനും ദിയ ചേച്ചി ജോലിക്ക് പോവും, ചേച്ചിയോടും ശിവാനി ചേച്ചി ഞാൻ പഠിക്കാൻ പോവും. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ? ശരിയാണല്ലേ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലേ. എന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വരക്കിടും, അതാ ചേച്ചി ചെയ്യുന്നത്. പറയാൻ എനിക്ക് മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. അമ്മ എന്തു പറ്റി? എല്ലാവരും അടുക്കളയിലുണ്ടല്ലോ പതിവില്ലാതെ ഈ സമയത്ത്. അല്ല, അമ്മ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയും പറയാം. പക്ഷെ അമ്മയുടെ ആഗ്രഹം പോലെ പറയട്ടെ, അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അമ്മ പോയി റെസ്റ്റ് എടുത്തോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. അമ്മ എന്താ? ഓ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇവിടെ ഒരു മിന്നൽ പോലെ ഞരമ്പെന്തോ പ്രശ്നമായി. കേൾക്കാൻ പറ്റാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എവിടേക്കുണ്ട് ഇങ്ങനെ. നീ എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു? എനിക്ക് വയ്യ. എൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെയാണോ ഇങ്ങനത്തെ അശരീരികൾ വരണേന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം. അല്ലെങ്കിൽ തേരാപ്പാര ആ മാവിൻ്റെ ഒട്ടിയിലോ അപ്പുറത്തെ പുറമ്പിലോ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാറാണല്ലോ പതിവ്. നീലുമ്മ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നടക്കട്ടെ. അടുക്കള ഇങ്ങനെ തന്നെ ഉണ്ടാവണം കേട്ടോ. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോ അടുക്കള ഉണ്ടാവാറില്ല, വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഇതിനെ കൊണ്ടുപോയിക്കോ, അതവിടെ ഇരിക്കട്ടെ, നല്ലതാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരാൾ വേണമല്ലോ. നീ ആ തുമ്പിനോട് കളിക്കുന്നില്ലേ? പോയി കളിച്ചേച്ചല്ലേ. പോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കോ. എന്തുവാടി എന്റെ പഴയ മേലിയുടെ തിരയുടെ എനിക്ക് പുതിയ മേലിയുടെ ഒന്നും ഇല്ലടേ. നീ അയച്ചാ? ദൈവമേ, വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. ഓ I am Indian. No, I am recovering regarding restrictions. I am ഇംഗ്ലീഷിലെ എനിക്കൊരു പിടി കിട്ടില്ല. എന്താണ് കേട്ടോ? ഹലോ, I am his son. Okay, I'll check it. Okay. അച്ഛൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ പറയണ്. എനിക്കത് മെയിലൈഡി ഇല്ലല്ലേ? ആര് പറഞ്ഞു? ഞങ്ങളല്ലേ അച്ഛൻ അന്ന് ക്രിയേറ്റ് തന്നത്. എന്താണ് വല്ല ജപ്തിയിലും തന്നെ? ഈ വീടിന്റെ ജപ്തി നോട്ടീസ് ഈ വീടിന്റെ ഓണറിനെ പോകത്തുള്ളൂ, വാടകക്കാർക്ക് വരൂല. ആർക്കും ജപ്തി വന്നാലും വിഷമം നമുക്കല്ലേ? അത് ഹൗസ് ഓണർ അല്ലേ? നമ്മൾ എത്ര വർഷം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കണത്?
നീ അത് വായിര് കാര്യം എന്താണെന്ന് മനസ്സിലായി കേക്കട്ട്. അച്ഛാ ആ ഇത് അച്ഛൻ പണ്ട് ജോലി ചെയ്ത ഏതോ കമ്പനി നിന്നാണ് കേട്ടാ. എടാ അത് 10-15 വർഷം മുമ്പല്ലേടേ. അവിടെ നിന്നാണ് വന്നേക്കണത്. വായിക്ക്. ദിസ് മെസ്സേജ് ഈസ് ടു ഇൻഫോം യു ദാറ്റ്. എടാ മലയാളത്തിൽ നീ വായിച്ചിട്ട് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞാടേ. ഓക്കെ. ആ അച്ഛോയ് ആ? അച്ഛനെ പണ്ടവിടുന്ന് പറഞ്ഞു കിട്ടിയാണല്ലേ? പറഞ്ഞു വിട്ടല്ല, ജോലി മതിയാക്കി പോകാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞു കിട്ടിയാണെന്ന്. ആ ഇതിപ്പോ അവര് മെസ്സേജ് അയച്ചേക്കണ്. അന്ന് അച്ഛന്റെ സേവനം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇപ്പൊ അവർക്ക് മനസ്സിലായി, അതുകൊണ്ട് അവര് അത് റിഗ്രറ്റ് ചെയ്യുന്നു, അച്ഛനെ തിരിച്ചു വിളിക്കണമെന്ന്. ഇത് പറഞ്ഞു വിട്ട് എന്റെ വാർഷിക ആഘോഷിക്കാൻ വേണ്ടി വിളിക്കണം എന്നെ. അതൊന്നും അല്ലച്ചാ, അച്ഛന് പിന്നെയും ജോലി തരാന്ന്. ആണോ? ഓ പാടം പഴിക്കിട്ടവനൊക്കെ. എന്താണ് അമ്മ അച്ഛന് ജോലി കിട്ടി ഈ വയസ്സങ്ങലത്താ? ഇനി പണ്ട് ഞാൻ കുറച്ച് ദിവസം ഒരു ജോലിയിലെ ഒരു കമ്പനിയില് ആ കമ്പനിയിൽ നിന്ന് എന്നെ ഇപ്പൊ തിരിച്ച് വിളിച്ചേക്കണ് എന്റെ സേവനം ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട്. എവിടെയാണ് ആ കമ്പനി? ഡൽഹിയില് കമ്പനി ബാലിന്റെ സേവനം കാണാൻ ഡൽഹി വരെ നിങ്ങൾ ഇനി ജോലിക്ക് പോകാൻ പോണാ? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? നീ എവിടെ പറഞ്ഞു ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കണം എടുത്ത് പോലെ മടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മടി എന്തിന് ഇത്ര? എന്റെ ബാലു ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയൊന്നുമില്ല. നിങ്ങൾ ആ ജോലിക്ക് പോയപ്പോൾ നിങ്ങളെ പറഞ്ഞു വിട്ടാ എന്താ? നിങ്ങൾ ജോലി ചെയ്താൽ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയെന്നും പറഞ്ഞ അന്ന് അവർ പറഞ്ഞു വിട്ടത്. അവര് പിന്നെ നിങ്ങൾ എങ്ങനെ തിരിച്ചു വിളിക്കണത് അതൊന്ന് പറ. ഉറക്കം തൂങ്ങിയിട്ടല്ലേ പറഞ്ഞു വിട്ടത്? അടുത്ത ജോലി എന്താണെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സൂപ്പർവൈസറെ തുടങ്ങി നിങ്ങൾ ഉറങ്ങാനില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലേ സാർ ആലോചിക്കണം, ഒന്നും പറയണ്ട, ഒരു എക്സ്ക്യൂസും ഇല്ല, പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞു വിട്ടാണ്. ഇപ്പം മനസ്താപം കൊണ്ട് വീണ്ടും തിരിച്ച് വിളിച്ചൊക്കെയാണ് എന്റെ സേവനം ആവശ്യമെന്ന് പറഞ്ഞുണ്ട്. മക്കളെ അച്ഛൻ ജോലിക്ക് പോണ്ടേ? അച്ഛൻ ജോലിക്ക് പോണ്ടേ? അച്ഛന് ജോലി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പോണം. ഓ കഴുത. എന്നാ അച്ഛൻ ഇവിടെ ഇത്രയും പ്രായമായില്ല, അച്ഛൻ വീട്ടിൽ കുത്തിയിരുന്നോ, ഞങ്ങൾ ജോലി ചെയ്ത് അച്ഛനെ നോക്കിക്കൊള്ളാന്നല്ല പറയേണ്ടത്. പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക് വീണ്ടും അങ്ങോട്ട്. ഈ പ്രായം എന്ന് പറഞ്ഞാൽ എന്താടി? നീ വയസ്സായില്ലേടി? ഞാൻ വയസ്സായി, നീ വയസ്സായി. നീ ഒരു കാര്യം ചെയ്യ്, നീ ജോലിക്ക് പോണ്ട, നമുക്ക് രണ്ടും ജോലിക്ക് പോണ്ട. ഇവിടെ നമ്മളെ കാര്യം പിള്ളേർ നോക്കിക്കോളൂ. അത് പറ്റിയൊന്നുമില്ല. ഞാൻ ആവത്തുള്ളിടത്തോളം കാലം ജോലിക്ക് പോകും. അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ട. എന്നെ പോലെയാണോ നിങ്ങൾ? നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇല്ലാത്ത ഒന്നുമില്ല. ഈ കുറെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ദൂരെ ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമോ? എന്താ മരുന്ന് കഴിക്കുന്നവർ ആരും പുറത്ത് ജോലിക്ക് പോകാറില്ലേ? അങ്ങനെ പറഞ്ഞു. ഡൽഹിയിലാ? ഡൽഹിയിലാണാ? ഇനിയിപ്പോ എന്താ പോട്ടെ, നല്ലതല്ലേ? എല്ലാരും കേട്ടോ, എനിക്ക് ഡൽഹിയിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓർഡർ വന്ന് പെട്ടെന്ന് പോകണം, ടിക്കറ്റ് അയച്ച് ഇപ്പൊ തരും. ഇല്ലടാ അതെ ഭാരം എന്നാലും പണിക്ക് പോകില്ല, ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞു ഏത് സമയം വീട്ടിൽ കയറി കുത്തിയിരിക്കുമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു ജോലി കിട്ടിയപ്പോൾ പോകണ്ടെന്നാ തടസ്സപ്പെടുത്തണം. എനിക്ക് പറ്റുമോ? എനിക്ക് പോയാൽ പറ്റൂ. ഇങ്ങോട്ടേ ഫോൺ പോവാതിരിക്കുന്നതിനേക്കാൾ നല്ലതാ. അല്ല അതിനേക്കാൾ നല്ലതാണ് ഇതിനേക്കാൾ നല്ലത്. പോകണം പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുവാടെ. നല്ല കമ്പനി അല്ലേ അച്ഛൻ? പോട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് വേറെ അടുത്ത പ്രശ്നത്തിന് ഇവിടുന്ന് വണ്ടിയും വിളിച്ച് അങ്ങോട്ട് പോകാനൊന്നും വയ്യ, കൈ കാശില്ല. എല്ലാ കാര്യമല്ലേ നീലുമ്മ? ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ എത്ര പേരാ പുറത്തുള്ള ബ്രാഞ്ചിലൊക്കെ പോയി ജോലി ചെയ്യുന്നത്? ആളങ്ങനെ നന്നായിട്ട് അറിയില്ല അല്ലേ? അല്ല പിന്നെ അച്ഛൻ പോട്ടമ്മ, പോയി നോക്കട്ടെ. എന്ത് കുന്തെങ്കിലും കാണിക്കട്ടെ. എന്തായിരുന്നാലും ഉഗ്ര ഐഡിയ തന്നെ കേട്ടാ. വീട്ടിൽ ഒരു സംശയമില്ല. നിനക്കറിയാലോ ഞാൻ നന്നായിട്ട് അഭിനയിച്ചടാ. പിന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരും വീട്ടിൽ ഈ ഐഡിയ പറഞ്ഞിട്ട് ഇറങ്ങിയത്. പറയാൻ പോലെ ഈ ഐഡിയ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ വേറെ ജോലികളുണ്ടല്ലോ അല്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ജോലിക്ക് പോകണല്ലേ നമ്മൾ പോണത്? അവിടെ ടൂറും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ 5 ദിവസത്തേക്ക് ജോലിക്കാണ് പോണത്. അല്ല നിങ്ങൾക്കൊക്കെ അത് പറയാം, എനിക്ക് വേറെ ജോലി കൂലിയില്ലടാ. നിങ്ങൾക്ക് ഓരോരോ ജോലി ഇടില്ലേ? ഞാൻ വരുമ്പോൾ എന്ത് പറയും വീട്ടിൽ? അതിന് വേറെ ഐഡിയ ഉണ്ടാ? ശരിയടാ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സൂപ്പർ ഐഡിയ തന്നെ. ശരി ശരി ശരി. ഓക്കെടാ. ഓ ജോലിക്ക് വേണോ? എന്തോ അച്ഛൻ ജോലിക്ക് പോണ്ടേ? പോയിക്കോ. പോയിക്കോ. പാറക്കുട്ടിക്ക് വിഷമൊന്നുമില്ലേ? ഇല്ല. അതെന്ത്? എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാരൊക്കെ വിദേശത്താ, എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും മക്കളെ? ഇനി എനിക്ക് പറയാലോ അച്ഛൻ വിദേശത്താണ്. അയ്യോ അച്ഛൻ വിദേശത്തല്ല, അച്ഛൻ സ്വദേശത്താണ്. ഇത് ഡൽഹിയാണ്, ഡൽഹി ഇന്ത്യക്ക് അകത്താണ്. അത് നമുക്കല്ലേ അറിയൂ. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് മുഴുവൻ ഞാൻ പറയും അച്ഛൻ ദുബായിലാണ്. ദുബായിലാണ് അച്ഛനാ? ഇടി അമ്പടി കള്ളി, നീ എന്റെ മോളി നേട്ടാ. നീ അവനെ വല്ല കൊടുത്താ? ഞാൻ കഴിച്ചില്ലെങ്കിൽ എഴുതി കൊടുക്കുന്നുണ്ട് എന്നെ. അപ്പൊ മക്കളെ ചെന്ന് കൊണ്ടു ആരും കൊടു കേട്ടാ. അയ്യോ പൈസ കാര്യം എന്തായി? ഹലോ എടാ, പൈസ എനിക്ക് ഇവിടെ കിട്ടണമെന്ന്. നീ മുങ്ങി നടക്കണടാ കള്ള. അത്യാവശ്യം കാശ്. എനിക്ക് സ്ഥലം വരെ പോണം. പൈസ വിട്ട് തരണം കേട്ടാ. ഡൽഹി.
ഈ സമയമില്ലാത്ത സമയത്ത് നിന്റെ അമ്മ എവിടെ പോയടേ? എനിക്കറിയോ അച്ഛാ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. സമയം പോണെന്ന് എനിക്ക് പോകണല്ലേ. ഇനിയിപ്പൊ അച്ഛൻ പോകുന്ന സങ്കടത്തിൽ അമ്മ ഇറങ്ങിപ്പോയോ? അത് ഞാൻ കൂട്ടുകാരെ പ്ലാൻ ചെയ്ത് ടൂറിന് പോയല്ലോ, ഞാൻ ജോലിക്ക് പോയില്ലേ. സത്യം പറഞ്ഞാലേ എനിക്ക് ഓർമ്മ വെച്ച കാലിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അച്ഛൻ ഇത്രയും ദൂരെ ജോലിയെന്നും പറഞ്ഞു പോണത്. ഞാൻ നല്ലൊരു കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ നൂറ്റൊന്ന് തന്നാണ്ടല്ല. പിന്നെ നീലൊന്ന് അനീ വാ നീലു. ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയാണോ? എന്തോന്ന് പൈസ എനിക്കൊന്നും വേണ്ട. അല്ല ഇത് കയ്യിൽ വെച്ചോ? ഈ വേണ്ട, ഞാൻ സാലറി ഞാൻ നേരത്തെ വാങ്ങിച്ചോളാം. അത് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചെന്റെ കയ്യിലുണ്ട്. അതല്ല, അവിടെ ചെല്ലുമ്പോ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ പൈസ ഒന്നും കയ്യിലില്ലെങ്കിൽ ശരിയാവില്ല. നിർബന്ധിക്കല്ലേ. അപ്പൊ അമ്മ ഇത് മേടിക്കാൻ വേണ്ടി പോയതാണോ? ഇത് മേടിച്ചതല്ലടാ, ഇത് പണയം വെച്ചതാ. ആ മോതിരുണ്ടായിരുന്നില്ല ഒരു ചെറുത്, അതുകൊണ്ട് പണയം വെച്ചതാ. പണയം വെച്ച കാശ് എനിക്ക് കൊണ്ടുവന്നാ? ആ വേണ്ട അപ്പടി. വേണ്ട വേണ്ട, അത് പൈസ കിട്ടുമ്പോ ശമ്പളം കിട്ടൂലേ, അപ്പൊ എടുപ്പിച്ചു തന്നാ മതി. അത് കയ്യിൽ വെച്ചാ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. ആ കാര്യം ഇരിക്കണ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പിന്നെ വിഷമിക്കേണ്ടി വരും. അല്ല, എന്നെ കാണാതിരിക്കുമ്പോഴേ നിങ്ങൾ വിഷമിക്കരുത് അതുണ്ടാവും കേട്ടാ. പോട്ടാ. സൂക്ഷിച്ചൊക്കെ പോണേ. ഓ ഏട്ടാ കാർത്തിക്. പോയിട്ട് എത്തുമ്പോ വിളിക്കണേ അച്ഛൻ? എത്തുമ്പോ വിളിക്കണേ? ഞാൻ പോയിട്ട് വഴി വിളിക്കും. ഫോൺ സൈലന്റ് ആണോ? ഇല്ല ഇല്ല, ഫോണൊക്കെ ചാർജിന് വെക്കണേ. വെക്കാം. വിട്. അല്ലടാ, അല്ലെന്ന് പറഞ്ഞാ മനസ്സിലാവൂലടാ. ഓ അച്ഛാ, അച്ഛാ, അച്ഛാ എവിടെ പോയി കിടക്കണം വെച്ചാ? അമ്മ, ചേച്ചിയെ, ലച്ചേച്ചിയെ, അച്ഛൻ വന്ന്. അമ്മ, അച്ഛാ അച്ഛാ എവിടെയായിരുന്നു അച്ഛാ? വെള്ളം എടുത്തല്ലോ. ബാലു, ഇത് എവിടെയായിരുന്നേ? വിളിച്ചിട്ട് കിട്ടണില്ല. ആരെങ്കിലും വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ആരുടെ നമ്പരും ഇല്ല. എന്റെ നീലു പറ്റിപ്പായിരുന്നു, മൊത്തം പറ്റിപ്പ്. പഴയ ആൾക്കാരല്ല ഇപ്പൊ കമ്പനി നടത്തണേ, പുതിയ ഏതോ ആൾക്കാരാണ്. എനിക്ക് പരിചയമൊന്നുമില്ല. നമ്മളെ കയ്യിരുന്ന പൈസയും പിടിച്ച് വാങ്ങിച്ച്. നിന്റെയും പിള്ളേരെ ഭാഗ്യം ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. പിന്നെ കുറേ തൊഴിലാളികൾ ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഇവിടെയും കുറെ തൊഴിലാളി പെട്ട് കിടക്കുക. ഇവിടെ തൊഴിലാളി, ഭാര്യ തൊഴിലാളി, മക്കൾ തൊഴിലാളികളും. അല്ല, നിങ്ങൾ കാണിക്കുന്നതൊക്കെ പറ്റിപ്പാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ പറ്റിപ്പിനൊക്കെ നമ്മൾ കൂട്ടുന്ന് തരണുണ്ടല്ലോ, പെട്ട് പോകണുണ്ടല്ലോ. നീലു നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ജീവൻ കൈപ്പിടിച്ച് ഓടി വന്ന് ഞാനാണ്. ആ മൊത്തം എന്റെ മൊത്തമൊക്കെയാണ് ഇതൊക്കെ നീ പറയണത്. അച്ഛാ, അച്ഛന് ഹിമാലയത്തിൽ പോയതൊക്കെ നമ്മൾ അറിഞ്ഞ്. നോക്കണ്ട, നല്ല വ്യക്തമായിട്ട് കണ്ടായിരുന്നു. നമ്മളെ ഒരു വ്ളോഗ് കാണുമായിരുന്നു, നോക്കുമ്പോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ. ഞാനാ? അത് എന്നെ പറഞ്ഞ വേറെ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളെ പോലെ വേറെ ആരും അല്ല, നിങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആരും എല്ലാവരും പറ്റിച്ചിട്ട് പോകേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് ടൂർ പോകണമെങ്കിൽ ടൂർ പോകണമെന്ന് പറഞ്ഞ് പോയിക്കൂടായിരുന്നാ? ജോലി കിട്ടി, പഴയ കമ്പനി തിരിച്ചു വിളിച്ച്, എന്തിനാ അങ്ങനത്തെ ഉടായ്പൊക്കെ പറയാൻ പോണത്? അയ്യേ, നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പറയണ് എന്റെ കൂട്ടുകാരോട് ഞാൻ ടൂർ പോകണം, നീയൊക്കെ സമ്മതിക്കണം. എന്തായാലും സമ്മതിക്കൂല. പിന്നെ എന്തിനാ പറഞ്ഞത്? അല്ല, അച്ഛൻ അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെല്ലാം അവിടെ ഒന്ന് മുടക്കുമല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുഖം. അതൊരു ഞാനാണ് പറയാതെ പോയത്. എന്തായാലും ഇതിനകത്ത് ഈ ബാഗിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഓ, എല്ലാം ഉണ്ടായി വന്ന പോലെ തിരിച്ചു വയ്ക്കോളാം എന്നാണ് പറയണത്. അത് തന്നെ. എന്ത് നിങ്ങൾക്ക് അറിയാൻ പാലോ? നിങ്ങളും ജോലിക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ആ മോതിരം കൊണ്ട് പണം വെച്ച് നിങ്ങൾക്ക് പൈസ തന്നത്. എന്നിട്ട് ആ എന്നെയാണ് നിങ്ങൾ പറ്റിച്ചിട്ടും പോയത്. പിന്നെ മോതിരം തന്നിട്ട് അകത്ത് കയറിയാൽ മതി. ഞാൻ എത്ര വട്ടം വേണ്ട വേണ്ടെന്ന് പറഞ്ഞടി. ഇതാണല്ലേ പിന്നീട് വിഷമിക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ അല്ലാതെ അത് വിചാരിക്കണം പൈസ അത് ഹിമാലയത്ത് പോയിട്ട് വരട്ടെ എന്നൊന്ന് വിചാരിക്കല്ല. അവള് കണക്ക് പറയാം, ഓരോ പറ്റി പണയം പറ്റുന്നു പറയും. അത് ശരി, കള്ളം പറഞ്ഞ് ഹിമാലയത്തിൽ പോയിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കണോക്കിയേ. എനിക്കെന്തിനു കൂസല്? ഞാൻ എന്തിനു കൂസണത്?
ആ നിങ്ങൾക്കൊരു കൂസലുണ്ടാവില്ല. അതാ പറഞ്ഞത്, മോതിരം എടുത്ത് തന്നിട്ട് അകത്തോട്ട് കയറിയാൽ മതി. മോതിരം എടുത്താൽ പറ്റില്ലെങ്കിലാ? പറ്റില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു, അകത്തോട്ട് കയറണ്ട. നിന്റെ ഒരു അവതാരം എനിക്ക് വേണ്ടടി. എന്നാ ദാ ഇതൊരു 5 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. പിടിയാടി എന്നിട്ട് വാ. അല്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാ പോയത് അങ്ങോട്ട്? ഓരെടുത്ത് പറയാൻ സൗകര്യമില്ല. എടി ബാലു ഒരു സ്വന്തം പൈസ ചെലവാക്കി ടൂർ അറിയാടി. അത് എനിക്ക് ഒരുത്തിലുള്ള അവതാരം വേണ്ട. കയറിപ്പടാ പോയിട്ടത്. എന്ത് നീ പോണില്ലേ? ഇല്ല പോണില്ല. എവിടെ നിന്ന് പൈസ? പറയാൻ സൗകര്യമില്ല. സൗകര്യം ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അറിയാതെ പോകൂല? ഇല്ല, ഞാൻ തന്ന പൈസ അതേപടി തിരിച്ചു കൊണ്ട് തന്നതാണ് എന്നെ ഞെട്ടിച്ചത്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞാൽ പറ്റുള്ളൂ. ഒരാൾ തന്നെ 2 സാധനം എടുത്ത് പണയം വെച്ച് പൈസ എടുക്കണ ശരിയായ കാര്യമല്ലല്ലോ. ഒരാളുടെ 2 സാധനം എടുത്ത് പണയം വെക്കുന്നത്. എനിക്കൊരു ചെറിയ മാല വാങ്ങിച്ചു തന്നെ, ഒരുവന്റെ മാല വാങ്ങിച്ചു തന്നില്ലേ? അത് ഞാൻ എടുത്ത് പണയം വെച്ചാണ്. ഞാൻ എൻ്റെ കയ്യിൽ പോക്കറ്റ് ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് ആ മാല പണയം വെച്ച പൈസ ആയിരുന്നു. എന്തൊന്ന് ദുഷ്ടനാണ് നിങ്ങൾ. എന്തോന്ന് വെച്ചാൽ നിനക്ക് ജോലി ചെയ്ത് കുറച്ച് പൈസ ചെലവാക്കി ആ പൈസ മാല എടുത്തൂടെ? ഈ സെറ്റ് എടുത്തൂടെ? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വിധി എല്ലാവരും എന്തോന്ന് പറയാ?